ക്യാമ്പസിൻ്റെ ഒരു പ്രത്യേകത ഇതാണ്. നിങ്ങൾ വളരെ ഗംഭീരമായി പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്, കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ്. ഇടയ്ക്ക് ഞാൻ നിങ്ങളോട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഞാൻ നടന്ന് പുറകിലേക്ക് എത്തിയപ്പോണ്ടല്ലോ, പക്ക ക്ലാസ് റൂം തന്നെ, പുറകിലൊരു വിദ്വാൻ ഗംഭീരമായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്തൊക്കെയോ നോട്ട് എഴുതുകയാണ്, ഈ രാഷ്ട്രീയം ഭയങ്കര ഗംഭീരമായി. നോക്കിയപ്പോൾ ആൾ പടം വരയ്ക്കുകയാണ് ഇവിടെ ഇരുന്നത്. വന്ന് നോക്കിയപ്പോൾ നല്ല പരിചയം. ഞാൻ പരിചയത്തിൽ നിന്ന് ഇങ്ങനെ നോക്കിയപ്പം ഇവിടെ നിന്ന് നിങ്ങളോട് വർത്തമാനം പറഞ്ഞ് മെനക്കെട്ട് നിൽക്കുന്ന എൻ്റെ പടം വരച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ആശാൻ. പേരെന്താ? മുനിയർ. ഓക്കെ, ഇനി എന്താ തീർക്കാനുള്ളതിൽ? ഇതിൽ ഫുള്ള് സെറ്റ് ചെയ്തെടുക്കണം. കാരിക്കേച്ചറാണോ ഏറ്റവും പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത്? അല്ല, ഫേസ് പോർട്രേറ്റ്. ബാഗിലെ ബുക്കിലുണ്ടോ? ഹിന്ദി സെക്കൻഡ് ഇയർ. ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന സമയത്ത് വരയ്ക്കാറുണ്ടോ? എത്ര സാറുമാരുടെ പടം വരച്ചിട്ടുണ്ട്? സാറ് ഒരു സാറിന് മാത്രം വരച്ചത്. ഓക്കെ, നോക്കട്ടെ. ക്ലാസ്സിലിരുന്ന് വരച്ച പടം. മീർ കാര്യമായി ആളുകളെ ഒബ്സർവ് ചെയ്ത് പോർട്രേ ചെയ്യുകയാണ്. അതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട താല്പര്യം അല്ലേ? എങ്ങനെയാണ് അതിന് ആളുകളെ മനസ്സിലെടുക്കുന്നത്? എങ്ങനെയാണ് ഒരു താല്പര്യം? താല്പര്യം എന്ന് പറയുമ്പോൾ സ്റ്റില്ലായിട്ടിരിക്കുന്ന ആളുകൾ. ഇത് ക്ലാസ് ഫ്രണ്ടാണല്ലേ? ഫ്രണ്ടിൻ്റെ യൂണിവേഴ്സിറ്റി കോളേജ് ഉണ്ടോ? യൂണിവേഴ്സിറ്റി കോളേജ് ക്യാമ്പസിൽ വെച്ച് വരച്ച പടങ്ങളാണ് എല്ലാം അല്ലേ? ഫ്രണ്ട്സിനെയാണ് കാര്യമായി പിടികൂടിയിരിക്കുന്നത് അല്ലേ? യെസ്, നൈസ്. എങ്ങനെയാണ് ഇതിലേക്ക് ഒരാളുടെ ചിത്രം വരയ്ക്കാൻ മനസ്സിലേക്ക് എടുക്കുന്നത്? എങ്ങനെയാണ് പ്രോസസ്സ് ഒന്ന് പറയാമോ? ഔട്ട്ലൈൻ വരച്ചിട്ട് അത് ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ ഒരു ഫീച്ചർ ഹൈലൈറ്റ് ആയിട്ടിരിക്കുമല്ലോ കാരിക്കേച്ചറിൽ, അതുപോലെ ഹൈലൈറ്റ് ആയിട്ടിരിക്കുന്ന ഫീച്ചറിനെ ആദ്യം വരയ്ക്കും. ആ ഫീച്ചറിൻ്റെ ഒരു റിലേറ്റീവ് ആയിട്ടുള്ള ലെങ്ത് എടുത്ത് മെഷർമെൻറ്റ് വെച്ച് വേറെ എല്ലാം വരയ്ക്കും. ഓക്കെ, ഇലക്ഷൻ കാലമല്ലേ? ഇലക്ഷൻ കാലത്തിൽ വരയ്ക്കാൻ തോന്നിയ കാൻഡിഡേറ്റ്സിൻ്റെ മുഖമുണ്ടോ? ഏതെങ്കിലും ഉണ്ടോ? നിഷ്പക്ഷനാണ്. നിഷ്പക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു മുഖം വരയ്ക്കാൻ പറ്റില്ലല്ലോ. നിഷ്പക്ഷം എന്ന് പറയുന്നതിൽ തന്നെ ഒരു കാപട്യമില്ലേ? നമ്മൾ ജീവിക്കുന്ന കാലത്തെ പ്രശ്നങ്ങളോട് നമുക്ക് നിലപാടെടുക്കേണ്ടി വരും. ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ നമുക്കൊരു നിലപാട് എടുക്കേണ്ടി വരില്ലേ? അല്ല, നമ്മൾ സ്ഥാനാർത്ഥികളെ നയവും അവരുടെ നിലപാടും പോളിസിയും എല്ലാം നോക്കിയിട്ടാണ് വോട്ട് ചെയ്യാറ്. അല്ല, അപ്പോൾ പിന്നെ ഈ നിഷ്പക്ഷം എന്ന് പറഞ്ഞത് മാറിയില്ലേ? നമ്മളൊരു തീരുമാനം അവസാന ദിവസം വരെ നമുക്ക് തീരുമാനിക്കാൻ പറ്റുമല്ലോ. ഓക്കെ, അപ്പോൾ മുനീറിന് വോട്ടുണ്ടല്ലോ അല്ലേ? അപ്പോൾ ഇത്തവണ പ്രയോറിറ്റി എന്താണ്? പ്രയോറിറ്റി, ഒരു വോട്ടിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ മുനീറിനെ സംബന്ധിച്ച് എന്താണ്? മെയിനായിട്ട് നോക്കുന്നതെന്ന് പറയുമ്പം എക്കോണമിയാണ്. രാജ്യത്തിൻ്റെ സാമ്പത്തിക അവസ്ഥ. ഓക്കെ, അത് ഒരു യങ് വോട്ടർ എന്ന നിലയിൽ രാജ്യത്തിൻ്റെ സാമ്പത്തിക അവസ്ഥ പോസിറ്റീവാണോ അതോ അതിൽ കൺസേൺ ഉണ്ടോ? ഇന്ത്യ വളരുന്ന രാജ്യമല്ലേ, അപ്പോൾ എന്തായാലും പോസിറ്റീവായിട്ട് ഇരിക്കണമല്ലോ. ആണോ? പോസിറ്റീവ് ആണോ? അല്ലെങ്കിലല്ലേ അതിലൊരു അതിശയം ആവശ്യമുള്ളൂ. ഓക്കെ, അതിലെന്തെങ്കിലും തരത്തിലുള്ള ഇഷ്യൂസ് ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ടോ? നാട്ടിലെ പട്ടിണി, ദാരിദ്ര്യം, ഉത്തരേന്ത്യൻ ജീവിത സാഹചര്യം, ഒരു പെയിൻറ്റർ അല്ല ഒരു ചിത്രം വരയ്ക്കുന്ന ഒരാളെന്നുള്ളതിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി മനുഷ്യരെയൊക്കെ ശ്രദ്ധിക്കുന്ന ആളാവാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മുടെയൊക്കെ ഇന്ത്യൻ ഗ്രാമീണ ജീവിതം അതൊക്കെ വളരെ പ്രധാനപ്പെട്ടതല്ലേ? അതൊക്കെ വളരെ സുരക്ഷിതവും സുഭദ്രവുമാണോ? മികച്ചതാണോ? ഇന്ത്യ എന്ന് പറയുമ്പോൾ ഒരു വലിയ രാജ്യമല്ലേ, അപ്പം അതിൽ ഓരോ സ്ഥലങ്ങളിലും ഓരോ വ്യത്യസ്തത കാണുമല്ലോ. അപ്പം അതനുസരിച്ച് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇന്ത്യനെ ഒട്ടുമിക്ക ഒന്നായിട്ട് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ആ വൈവിധ്യങ്ങൾ തന്നെയല്ലേ ഈ രാജ്യത്തെ നിലനിർത്തുന്നേ അല്ലേ? അതല്ലേ ജനാധിപത്യം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു രാജ്യം മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് ഒരു വോട്ടർ എന്ന നിലയിൽ മുനീറിൻ്റെ പ്രയോറിറ്റിയാണോ? ആണോ? എല്ലാവരുടെയും പ്രയോറിറ്റി അതാണല്ലോ. അതാണോ ഫസ്റ്റ് പ്രയോറിറ്റി വരിക? അല്ല, രാജ്യം നിലനിൽക്കണമെങ്കിൽ ഇത് ആവശ്യമാണല്ലോ. എല്ലാം നമ്മുടെ മുമ്പിൽ നിലനിൽക്കുന്ന ഒരു സർക്കാരുണ്ട്. ആ സർക്കാരിനെ വിലയിരുത്തിയായിരിക്കും ആളുകൾ വോട്ട് ചെയ്യുക. പാർലമെന്റ് ഇലക്ഷൻ എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ഗവൺമെന്റ് ഇപ്പം മോദി ആയതുകൊണ്ട് മോദി ഗവൺമെന്റിനെ വിലയിരുത്താൻ പറ്റും. ഒരു വിലയിരുത്തൽ കാര്യമായിട്ട് സംഭവിക്കും അല്ലേ എന്ന് വിചാരിക്കുന്നുണ്ടോ? അതെ, റൈറ്റ്.